പത്രങ്ങളിൽ ഇന്ന് ആദ്യം മലയാള മനോരമയുടെ ഫ്രണ്ട് പേജിലേക്ക് പോവുകയാണെങ്കിൽ LK അദ്വാനിയുടെ അടിയന്തരാവസ്ഥ മുന്നറിയിപ്പ് BJP പ്രതിരോധത്തിൽ എന്നുള്ള തലക്കെട്ടോടു കൂടിയുള്ള വാർത്തയാണ് തുടങ്ങുന്നത്. അടിയന്തരാവസ്ഥ 21 മാസം 1975 ജൂൺ 25 അർദ്ധരാത്രി അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. രാഷ്ട്രപതിയായിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദ് ഒപ്പുവെച്ചു. 21 മാസം നീണ്ട ആഭ്യന്തര അടിയന്തരാവസ്ഥ 1977 മാർച്ച് 21 പിൻവലിച്ചു. അങ്ങനെ അടിയന്തരാവസ്ഥയെ ഓർമ്മപ്പെടുത്തി അതിൻ്റെ ചരിത്രവും നൽകിയിരിക്കുന്നു മനോരമയുടെ ഫ്രണ്ട് പേജിൽ. സരിതക്കും ബിജുവിനും 6 വർഷം കഠിന തടവ് എന്നുള്ള വാർത്തയുണ്ട്. തിരുവനന്തപുരം കൗൺസിലേറ്റിന് UAE പ്രസിഡന്റിൻ്റെ അനുമതി എന്നുള്ള വാർത്ത. തിരുവനന്തപുരത്ത് UAE കോൺസുലേറ്റ് സ്ഥാപിക്കാൻ അനുമതി നൽകി UAE പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹ്യാൻ ഉത്തരവിട്ടു. ഇതോടെ വിസ സേവനങ്ങൾ, രേഖകളുടെ സാക്ഷ്യപ്പെടുത്തൽ തുടങ്ങിയ ഒട്ടേറെ സൗകര്യങ്ങൾ തിരുവനന്തപുരത്ത് ലഭ്യമാകും. കേരളത്തിന് പുറത്ത് മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കും പുതിയ കോൺസുലേറ്റ് സൗകര്യപ്രദമാകും. ഡൽഹിയിലെ UAE എംബസിയെയും മുംബൈയിലെ കോൺസുലേറ്റിനെയുമാണ് നിലവിൽ ഈ സേവനങ്ങൾക്കായി ആശ്രയിക്കുന്നത്. തിരുവനന്തപുരത്ത് കിഴക്കേ കോട്ടയ്ക്കും മണ്ണാർക്കാടിനും ഇടയ്ക്ക് ഫോർട്ട് പോലീസ് സ്റ്റേഷന് സമീപമാണ് കോൺസുലേറ്റിന് സ്ഥലം കണ്ടെത്തിയിരിക്കുന്നത്. UAE എംബസി നേരിട്ട് കണ്ടെത്തിയ സ്ഥലമാണിത്. നേരത്തെ സർക്കാർ തൈക്കാട്ട് നോർക്ക ഓഫീസിന് സമീപത്തുള്ള സ്ഥലം നിർദ്ദേശിച്ചെങ്കിലും സുരക്ഷാ കാരണങ്ങളാൽ വേണ്ടെന്ന് വച്ചു. നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന കോൺസുലേറ്റ് കെട്ടിടത്തിന് സുരക്ഷ ഒരുക്കണമെന്നാവശ്യപ്പെട്ട് UAE സ്ഥാനപതി കഴിഞ്ഞ ദിവസം സംസ്ഥാന സർക്കാരിന് കത്ത് നൽകിയിരുന്നു. പ്രവാസികാര്യ വകുപ്പ് മേൽ നടപടികൾക്കായി ആഭ്യന്തര വകുപ്പിന് കത്ത് കൈമാറി. വേണ്ട നടപടിയെടുക്കാൻ മന്ത്രി രമേശ് ചെന്നിത്തല DGPക്ക് നിർദ്ദേശവും നൽകിയെന്ന് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയാണ്. ഇനി ഇത്തരത്തിലുള്ള വിസ സേവനങ്ങളും മറ്റുമൊക്കെ നമുക്ക് കേരളത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും. തിരുവനന്തപുരത്ത് തുടങ്ങുന്നതോടുകൂടി നിരവധി എല്ലാവരും പ്രവാസികൾ വളരെയേറെ സന്തോഷത്തോടു കൂടിയാണ് ഈ വാർത്തയെ കാണുന്നത് എന്നുള്ള വാർത്തകളും വന്നിട്ടുണ്ട്. മറ്റൊന്ന്, കടൽ കൊല കേസിലും ലളിത് മോഡി ബന്ധപ്പെട്ടുവെന്ന് വെളിപ്പെടുത്തൽ എന്നുള്ളൊരു വാർത്തയാണ്. ഹിമാചൽ മുഖ്യമന്ത്രിക്കെതിരെ CBI അന്വേഷണം, വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്ന ആരോപണം എന്നുള്ള വാർത്ത. മുംബൈ മലാഡിൽ വ്യാജ ദുരന്തം, 13 മരണം എന്നൊരു റിപ്പോർട്ട് കൂടി നൽകിയിരിക്കുന്നു. ഗൾഫ് പേജിലേക്ക് പോവുകയാണെങ്കിൽ റിയാക്ടർ വെസൽ സജ്ജം, UAE ആണവോർജ പദ്ധതി ലക്ഷ്യത്തിലേക്ക് എന്നുള്ള വാർത്ത. അറബ് മേഖലയിലാകെ പ്രതീക്ഷയുടെ പ്രകാശം പരത്തി. UAE ആണവോർജ പദ്ധതി സുപ്രധാനമായ ഒരു ഘട്ടം കൂടി പിന്നിട്ട് ലക്ഷ്യത്തിലേക്ക്. അബുദാബിയുടെ പടിഞ്ഞാറൻ മേഖലയിലെ ബറാക്കയിൽ നിർമ്മാണം പുരോഗമിക്കുന്ന ആണവോർജ കേന്ദ്രത്തിൽ 2ാമത്തെ റിയാക്ടർ വെസൽ സ്ഥാപിച്ചതോടെയാണ് നിർണായകമായ മറ്റൊരു ഘട്ടം കൂടി പൂർത്തിയായത്. സങ്കീർണമായ ഓരോ ഘട്ടവും കൃത്യസമയത്ത് പൂർത്തിയാക്കിയാണ് പദ്ധതിയുടെ മുന്നേറ്റം. ആസൂത്രണം ചെയ്തതുപോലെ തന്നെ 2017 ഇവിടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. അങ്ങനെ പോകുന്നു. റിയാക്ടർ വെസൽ സജ്ജം, UAE ആണവോർജ പദ്ധതിയിലേക്ക്. ബറാക്കയിൽ 2017 വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനാകുമെന്ന പ്രതീക്ഷ എന്ന തലക്കെട്ടോടുകൂടിയുള്ള വാർത്ത. റമസാൻ ആദ്യ തറാവീഹിന് വിശ്വാസി പ്രവാഹം എന്നുള്ള റിപ്പോർട്ട്. നോമ്പുകാലം തുടങ്ങിയതോടെ ആരാധനാലയങ്ങൾ സജീവമായി. ഇനി 1 മാസം വിശ്വാസികൾ ആത്മസംസ്കരണത്തിൻ്റെ ദിനരാത്രങ്ങളിലൂടെ കടന്നുപോകും. ആദ്യ തറാവീഹ് നമസ്കാരത്തിന് ആരാധനാലയങ്ങൾ നിറഞ്ഞു കവിഞ്ഞു. പലയിടത്തും സ്ഥലപരിമിതി മൂലം പുറത്തും റോഡരികിലുമാണ് പ്രാർത്ഥന നടന്നത് എന്നുള്ള വാർത്തയുമുണ്ട്. അബുദാബിയിൽ തുറക്കുന്നത് 64 പുതിയ പള്ളികൾ എന്നുള്ള വാർത്ത. റമസാനിൽ മതകാര്യ വകുപ്പ് തുറന്നു കൊടുക്കുന്നത് 64 പുതിയ പള്ളികൾ. രാജ്യത്തെ വിവിധ ഭാഗങ്ങളിലാണ് മതകാര്യ വകുപ്പ് അനുഗ്രഹത്തിൻ്റെ മാസമായ റമസാനിൽ വിശ്വാസികൾക്ക് ആരാധനാലയങ്ങൾ പണിതത്. അബുദാബിയിൽ 10 പള്ളികളും അലൈനിൽ 16 പള്ളികളും തുറന്നു. അങ്ങനെ പോകുന്നു ആ വാർത്തയുടെ ഡീറ്റെയിൽസ്. മറ്റൊന്ന്, വൈദ്യുതി ബിൽ ഇനി മൊബൈൽ ഫോണിൽ എന്നുള്ള റിപ്പോർട്ട്. വൈദ്യുതി ബിൽ ഇനി ഉപയോക്താവിൻ്റെ മൊബൈൽ ഫോണിൽ എത്തുമെന്ന് ഷാർജ ജലവൈദ്യുതി വകുപ്പ്. ബിൽ ലഭിക്കുന്നില്ലെന്ന പരാതിക്ക് ഇതോടെ പരിഹാരമാകുമെന്ന് അധികൃതർ വ്യക്തമാക്കി. പല ഉപഭോക്താക്കൾക്കും വൈദ്യുതി ബിൽ ലഭിക്കാത്തതിനാൽ പണമടക്കാൻ സാധിച്ചിരുന്നില്ല. ഇതുമൂലം വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെടുന്നുണ്ടെന്ന പരാതിയും ഉയർന്നിരുന്നു. ഇക്കാര്യങ്ങൾ പരിഹരിക്കുന്നതിന് പ്രതിമാസം സീവ ബിൽ ഉപഭോക്താക്കൾക്ക് മൊബൈലിലേക്ക് അയക്കുന്ന നടപടികളാണ് ആരംഭിച്ചത്. എമിറേറ്റ്സിലെ ജലവൈദ്യുതി ഉപഭോക്താക്കൾ എത്രയും വേഗം സീവ ശാഖ കാര്യാലയങ്ങളിലെത്തി അവരുടെ വിലാസങ്ങളും വിശദാംശങ്ങളും നവീകരിക്കണമെന്നും സീവയിലെ ഫോളോ അപ്പ് വിഭാഗം ഡയറക്ടർ ഹാമിദ് ത്വാഹർ അൽ ഹാജ് അറിയിച്ചു. മൊബൈൽ ഫോൺ നമ്പർ മാറിയവർ പുതിയ നമ്പർ നൽകണം. സീവയിൽ നൽകിയ നമ്പറിലാകും ഇനി ജലവൈദ്യുതി വാതക ബിൽ അയക്കുക. വ്യക്തിവിവരങ്ങൾ പുതുക്കുന്ന പ്രക്രിയ ലളിതമാണ്. ഇതിനായി സാങ്കേതിക സംവിധാനങ്ങളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. അങ്ങനെ പോകുന്നു ആ ന്യൂസ്.
ദുബായിൽ ഒരുക്കങ്ങളായി ഇനി യോഗാ ദിനത്തിലേക്ക് എന്നുള്ള ന്യൂസ്. ആദ്യത്തെ രാജ്യാന്തര യോഗാ ദിനം വൻ വിജയമാക്കാൻ ദുബായ് ഒരുങ്ങുന്നു. കോൺസുലേറ്റിന്റെ നേതൃത്വത്തിൽ അൽവാസൽ സ്പോർട്സ് ക്ലബിൽ 21-ന് രാത്രി 8 മുതൽ 11 വരെയാണ് യോഗാ ദിനം ആചരിക്കുന്നത്. UAE കരാട്ടെ ആൻഡ് തായ്ക്വാൻഡോ ഫെഡറേഷൻ പ്രസിഡന്റ് മേജർ ജനറൽ നാസർ അൽ സായിദ് അബ്ദുൾ റസാഖ് അൽ റസൂഖി, അമേച്ചർ ബോക്സിംഗ് ലോക ചാമ്പ്യൻ മേരി കോം തുടങ്ങിയവർ അതിഥികളായിരിക്കും എന്നുള്ള വാർത്തയുണ്ട്. യോഗാ ദിനത്തോടനുബന്ധിച്ച് നോമ്പുതുറ സൗകര്യവും എന്നുള്ള ഉപവാർത്ത. യോഗ വേവ് ഉൾപ്പെടെ യോഗ പ്രചാരണത്തിനുള്ള ആകർഷകമായ പരിപാടികളാണ് യോഗാ ദിനത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. പരമാവധി പേരെ പങ്കെടുപ്പിച്ച് വൻ വിജയമാക്കാനുള്ള ശ്രമത്തിലാണ് കോൺസുലേറ്റ് നടത്തുന്നത്. ആവേശകരമായ പ്രതികരണമാണ് ഇതുവരെ ലഭിച്ചതെന്ന് കോൺസുൽ ജനറൽ പറഞ്ഞു. വിപുലമായ സൗകര്യങ്ങളും യോഗാ ദിനത്തിൽ അൽവാസൽ ക്ലബിൽ ഒരുക്കിയിട്ടുണ്ട്. നോമ്പുതുറയ്ക്കുള്ള സൗകര്യങ്ങളും ഇവിടെ ഉണ്ടാകും. കൂടാതെ 25 ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാക്കിയിട്ടുണ്ട്. 2 ആംബുലൻസുകളും ഉണ്ടാകും. യോഗയ്ക്കായി സൗജന്യ മാറ്റും ലഭ്യമാക്കുമെന്നും അധികൃതർ പറഞ്ഞു. റിപ്പോർട്ട്. മറ്റൊന്ന്, തിരുവനന്തപുരത്ത് UAE കോൺസുലേറ്റ് ആശ്വാസമായി പുതിയ തീരുമാനം എന്നുള്ള ന്യൂസ്. തിരുവനന്തപുരത്ത് UAE കോൺസുലേറ്റ് ആരംഭിക്കുന്നതോടെ സർട്ടിഫിക്കറ്റുകൾ സാക്ഷ്യപ്പെടുത്തൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് കാലതാമസം ഒഴിവാകുമെന്ന ആശ്വാസത്തിലാണ് മലയാളികൾ. നടപടിക്രമങ്ങൾക്ക് ഏജൻസികൾ അമിത തുക ഈടാക്കുമെന്ന പരാതിയും ഇതോടുകൂടി ഇല്ലാതാകും. വിസ സംബന്ധമായ കാര്യങ്ങൾക്കും മറ്റും ഡൽഹി എംബസിയെയോ മുംബൈ കോൺസുലേറ്റിനെയോ ആശ്രയിക്കാതെ തിരുവനന്തപുരം കോൺസുലേറ്റിലെത്തിയാൽ മതി. അങ്ങനെ പോകുന്നു ന്യൂസ്. നൊസ്റ്റാൾജിയ അബുദാബി പെയിൻറ്റിംഗ് മത്സരം. നൊസ്റ്റാൾജിയ അബുദാബി UAE സ്കൂൾ വിദ്യാർത്ഥികൾക്കായി പെയിൻറ്റിംഗ്, കളറിംഗ്, കാലിഗ്രാഫി, കയ്യെഴുത്ത് മത്സരങ്ങൾ നടത്തി. സമാജം ജനറൽ സെക്രട്ടറി P. സതീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. നൊസ്റ്റാൾജിയ പ്രസിഡന്റ് മുഹമ്മദ് വെട്ടൂർ, ജനറൽ സെക്രട്ടറി മുഹമ്മദ് നവാസ്, രക്ഷാധികാരി വർക്കല ദേവകുമാർ, നൌഷാദ് ബഷീർ എന്നിവർ പ്രസംഗിച്ചു. മാപ്പിളപ്പാട്ട് ഗായകൻ ഹംദാൻ നൌഷാദിനെ ആദരിച്ചു എന്നുള്ള ന്യൂസും അതുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്നു. മറ്റൊന്ന്, മാർത്തോമ യുവജന സഖ്യം വചനഘോഷണം എന്നുള്ള തലക്കെട്ട്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം പങ്കുവയ്ക്കുന്നവരാണ് യുവാക്കളെന്നും കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ചെയർമാൻ ഫാദർ ഡേവിഡ് ചിറമ്മൽ പറഞ്ഞു. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധ്യം വരുത്തുന്ന മാനവികതയാണ് കാലഘട്ടത്തിൻ്റെ ആവശ്യം. സ്വയം ത്യജിക്കുന്നതാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം. അപരനെക്കുറിച്ച് കരുതലുള്ള സ്നേഹമാണതെന്നും അദ്ദേഹം പറഞ്ഞു. അങ്ങനെ പോകുന്നു ആ റിപ്പോർട്ട്. UAE എക്സ്ചേഞ്ച് മണി മജ്ലിസിന് 2015 തുടക്കം എന്നൊരു ന്യൂസ്. UAE എക്സ്ചേഞ്ച് കല്യാൺ ജ്വല്ലേഴ്സുമായി സഹകരിച്ച് മണി മജ്ലിസ് 2015 തുടക്കം കുറിച്ചു. UAE എക്സ്ചേഞ്ചിലൂടെ ഇടപാടുകൾ നടത്തുന്ന ഉപഭോക്താക്കൾക്ക് കൂടുതൽ മൂല്യം നൽകുകയും റംസാൻ കാലത്ത് നിരവധി സമ്മാനങ്ങൾ നേടാനുള്ള അവസരവുമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടും മനോരമയുടെ ഗൾഫ് പേജിൽ ഇടം പിടിച്ചിരിക്കുന്നു. ബംഗ്ലാ കടുവകൾ ആദ്യ ഏകദിനത്തിൽ ഇന്ത്യക്ക് 79 റൺസ് തോൽവി എന്നുള്ള തലക്കെട്ടോടു കൂടിയുള്ള വാർത്തയും ഇന്ത്യ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് മനോരമയുടെ ഫ്രണ്ട് പേജിലുള്ള വാർത്തകളും ഗൾഫ് പേജിലുള്ള വാർത്തകളും സ്പോർട്സ് പേജിലുള്ള വാർത്തകളുമായി വായിക്കാനുള്ളത്. ഇനി സിറാജ്, ചന്ദ്രിക 2 പത്രങ്ങൾ കൂടിയുണ്ട്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് നല്ലൊരു സോങ് കേട്ട് തിരിച്ചു വരാം.